ഹലോ ഗൈസ്, എല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനസ്തീഷ്യ ടെക്നീഷ്യൻ ആൻഡ് OT ടെക്നീഷ്യൻ എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ചാണ്. അതായത് OT AT. ആക്ച്വലി ഈ ഒരു കോഴ്സിനെ കുറിച്ച് എല്ലാവർക്കും നല്ലൊരു ഡൗട്ടാണ്. കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം അവർ ചോദിക്കുന്നത്, ഈ കോഴ്സ് പഠിച്ചാൽ, അതായത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി പഠിച്ചാൽ നമുക്ക് സ്കോപ്പ് ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് എവിടെയാണ് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്, കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടോ എന്നാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ കോഴ്സ് പഠിക്കാൻ ടഫാണ്, അതർ ദാൻ BSc നഴ്സിംഗ്, അത് വെച്ചിട്ട് നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ ടഫാണോ, അതോ ആ കോഴ്സാണോ നല്ലത് എന്നൊക്കെയാണ് കുറെ എൻക്വയറീസ് എനിക്ക് വന്നേക്കുന്നത്. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിനെയൊക്കെ കുറിച്ച്, ഇതിന്റെ നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട് ഈ കോഴ്സിന്. അപ്പൊ രണ്ടും ഞാൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ. ആക്ച്വലി ഞാനൊരു OT ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യൻ ആണ്. അപ്പോൾ എന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ്സും കുറച്ച് പോസിറ്റീവ്സും ഉണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. അതായത് പൊതുവെ പറയുവാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ അണ്ടറിൽ വരുന്നൊരു പ്രോഗ്രാമാണ് ഈ BSc OT ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. ഈ പ്രോഗ്രാം മെയിൻലി നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സർജൻസിനെയും അനസ്തെറ്റിസ്റ്റിനെയും ആയിരിക്കും. ഈ രണ്ടുപേരെയാണ് നിങ്ങൾ മെയിൻലി ഈ കോഴ്സ് കൊണ്ട് അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് MBBS കഴിഞ്ഞ് അനസ്തേഷ്യയിൽ PG എടുക്കുന്നവരും അല്ലാതെ സർജറിയിലേക്ക് പോകുന്ന ഡോക്ടേഴ്സിനെയും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് OT AT എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഓപ്പറേഷൻ തിയേറ്റർ, ആക്ച്വലി ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ട് ഉണ്ട്, അനസ്തേഷ്യ സൈഡും ഉണ്ട്, അല്ലാതെ സർജറി സൈഡും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 2 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പോ ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് നിൽക്കണം. ഇപ്പൊ സർജറി സൈഡ് നിൽക്കണമെന്നുള്ളവർക്ക് സർജറി OT ടെക്നീഷ്യൻ എന്നുള്ളൊരു ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇല്ല അനസ്തേഷ്യ, നിങ്ങൾക്ക് ഡ്രഗ്സ് കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതാണ് ഈ കോഴ്സ് പഠിച്ചാലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 2 ഡിപ്പാർട്ട്മെന്റ് ആണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന ഈ കോഴ്സ് കമ്പയർ ചെയ്ത് വരുന്ന കോഴ്സ് ആയതുകൊണ്ട് ഡ്യൂറേഷൻ എടുക്കുന്നത് 3 ഇയർ ആണ്. അക്കാദമിക്കലി നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ 3 ഇയർ എടുക്കും, അല്ലാണ്ട് എക്സ്ട്രാ 1 ഇയർ നമുക്ക് ഇന്റേൺഷിപ്പും ഉണ്ടായിരിക്കും. ടോട്ടൽ 4 ഇയർ ആണ് നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് ഇയേഴ്സ് വരുന്നത്. ഈ കോഴ്സ് നമുക്ക് കേരളത്തിൽ എവിടെയാണ് പഠിക്കാൻ പറ്റുന്നത്? ബേസിക്കലി ഈ 2 കോഴ്സും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോളേജ് നമുക്ക് കേരളത്തിൽ ഇല്ല. നോർമലി നമ്മളെല്ലാവരും ഇപ്പൊ പൊതുവെ കാണുന്നത് എല്ലാവരും പുറത്ത് കർണാടക അങ്ങനെ കുറച്ച് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് നോർമലി എല്ലാവരും ഈ കോഴ്സ് പഠിക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ഇത് സ്പെഷ്യലൈസ് ചെയ്ത്, അതായത് അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്നുള്ള ടെക്നോളജി എന്നുള്ളൊരു കോഴ്സും OT ടെക്നോളജി എന്നുള്ളൊരു കോഴ്സും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നിലവിൽ ഇതുവരെ നമുക്ക് കേരളത്തില് ഈ സെയിം കോഴ്സ് കമ്പൈൻ ചെയ്തൊരു കോളേജ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഞാനിപ്പോ പറയുന്നത്, നമുക്ക് കേരളത്തില് ഈ കോഴ്സ് കമ്പൈൻ ചെയ്ത് 2 കോഴ്സ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോളേജ് ഒന്നും തന്നെ ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മാനേജ്മെന്റ് സീറ്റ് എടുത്താണ് പിള്ളേര് ഈ കോഴ്സ് പഠിച്ചിട്ട് കേരളത്തിലേക്ക് വരുന്നത്. സെക്കൻഡ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ടഫാണോ? അതായത് BPharm, ലാബ് ടെക്നീഷ്യൻ, BSc നഴ്സിംഗ് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കോഴ്സിന്റെ സിലബസ് ടഫാണോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. കോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് BSc നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോഴ്സ് കുറച്ചുകൂടി ഈസിയാണ്. സിലബസ് കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സിലബസ് വരുന്നത്. അതായത് ബേസിക് സിലബസ് ആയിട്ടുള്ള അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഫസ്റ്റ് ഇയർ ഉണ്ടാവും. അതായത് സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ബേസിക് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ബേസിക് അനസ്തീഷ്യ ടെക്നോളജി, അഡ്വാൻസ്ഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി അങ്ങനെ കുറച്ച് സിലബസ് ഉണ്ടാവും നമുക്കതിൽ. അത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ കോഴ്സിനെ കുറിച്ച് എന്താണ് ഇതിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാവും.
ചെയ്യാവുന്നതായിരിക്കും. തേർഡ് ഇയർ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം നമ്മൾക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. എക്സാമ്പിൾ ന്യൂറോ സർജറി, ഓർത്തോപെഡിക്, ENT ആൻഡ് കാർഡിയാക് സർജറി, ജനറൽ സർജറീസ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ. അതിലൊക്കെ പോയി നിങ്ങൾ ഏകദേശം നിങ്ങൾ പോസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ ഏകദേശം കിട്ടും. പിന്നെ ചില കുട്ടികൾ പൊതുവേ ചോദിക്കുന്ന കാര്യം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 വേക്കൻസീസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്ന്. അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ പറയുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 1-2 വേക്കൻസീസ് അല്ല ഈ കോഴ്സിനുള്ളത്. നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ന്യൂറോ സർജറിയിൽ തന്നെ പീഡിയാട്രിക് അഡൾട്ട് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് 1-2 വേക്കൻസീസ് അല്ല വരുന്നത്. കാരണം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു 10 അല്ലെങ്കിൽ ഒരു 12 ഡിപ്പാർട്ട്മെന്റ്സ് കാണും. അതെല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നമുക്ക് OT ടെക്നീഷ്യൻ ആൻഡ് അനസ്തീഷ്യ ടെക്നീഷ്യൻ വേക്കൻസീസ് വരാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് കേരളത്തിൽ പഠിക്കാനായിട്ട് ചാൻസ് കുറവാണ്. എല്ലാവരും പുറത്തു പോയിട്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. കേരളത്തിൽ ഈ കോഴ്സ് ഉണ്ട്, പക്ഷെ നമുക്കത് ഡിപ്ലോമ ആയിട്ട് മാത്രം, ഡിപ്ലോമ പ്രോഗ്രാം ആണ് ഇപ്പൊ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. BSc ബാച്ചിലർ പഠിക്കണമെന്നുള്ളവർ ഇപ്പൊ പുറത്തു പോയി കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ പോയിട്ടാണ് ഇവർ കോഴ്സ് ചെയ്തിട്ട് കേരളത്തിലേക്ക് വന്ന് ഈ മൾട്ടി സ്പെഷ്യാലിറ്റികളിൽ വർക്ക് ചെയ്യുന്നത്. ഈ കോഴ്സിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നമുക്ക് ഇത് കമ്പൈൻ ചെയ്ത് ഈ കോഴ്സ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്തു പോയിട്ടാണ് പഠിച്ചിട്ട് വരുന്നത്. അവർ കേരളത്തിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അവർ പുറത്തു പോയി പഠിച്ചിട്ട് വരുന്നത്. പക്ഷെ നമുക്കിപ്പോ ഒരു 2025 ജോയിൻ ചെയ്തൊരു സ്റ്റുഡന്റ് 2029-30 ആ ഒരു ടൈമിൽ പഠിച്ച് പാസ് ഔട്ട് ആവുന്ന ടൈമിൽ നമുക്ക് ഈ വേക്കൻസീസ് സാച്ചുറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് മാത്രമാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പുറത്താണ് ഇപ്പൊ ഈ കോഴ്സിന്റെ അധികം വേക്കൻസീസ് കണ്ടുവരുന്നത്. പിന്നെ ആരാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി പഠിക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, ബ്ലഡ് കണ്ട കുഴപ്പമില്ല എന്നുള്ള കുട്ടികൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ പ്രൊസീജിയർ, അതായത് നമ്മളൊരു മെക്കാനിക്ക് ഒരു വണ്ടി എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് അതുപോലെ നമ്മള് ഡോക്ടേഴ്സിന്റെ കൂടെ നിന്ന് ഹ്യൂമൻ ബോഡി, പച്ചയായുള്ള ഒരു ബോഡി നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ 100% ആ ഒരു പ്രൊസീജിയർ സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് താല്പര്യമുള്ള, ഇന്റൻഷ്യലി പാഷനേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ശരിക്കും ഈ കോഴ്സ് പഠിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോളേജിന്റെ അണ്ടറിൽ ഹോസ്പിറ്റൽ ഉണ്ടോ, ആ ഹോസ്പിറ്റലിൽ തിയേറ്റർ ഉണ്ടോ, അങ്ങനെയുള്ള ഒരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കാൻ ചേരുക. ഏതൊരു കോളേജ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. കാരണം നമുക്ക് 3rd ഇയർ 2nd ഇയർ ആ ടൈമിൽ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റ് മസ്റ്റ് ആയിട്ട് കിട്ടണം. എന്നാലേ നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ, അതായത് BSc ഓപ്പറേഷൻ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ടൈം തന്നെ നിങ്ങൾക്ക് HCPC രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് UK പോലുള്ള കൺട്രികളിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇന്റർവ്യൂ ത്രൂ പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചിറങ്ങുന്ന സമയത്ത്, ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ HCPC രജിസ്ട്രേഷൻ ചെയ്യുക. അത് ചെയ്ത് നിങ്ങൾ അവരൊരു സൈറ്റ് ഉണ്ട്, സൈറ്റിൽ കയറിയിട്ട് നമുക്ക് കണ്ടിന്യൂ എന്തൊക്കെ വേക്കൻസീസ് വരുന്നെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ CV കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസീസ് വരുന്ന അനുസരിച്ച് നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് UK പോകാം. നമ്മൾ ഏജൻസി ത്രൂ പോകാതെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട്, അല്ലാതെ ഏജൻസി ഫീസ് കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമുക്ക് ഡയറക്റ്റ് UK പോലുള്ള കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കോഴ്സ് കൊണ്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ see you soon.